അവിടെ ഇപ്പോൾ ജോയിൻ ചെയ്ത്, അതായത് BBA, MBA അല്ലെങ്കിൽ അതർ ഡിഗ്രീസ് ജോയിൻ ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. പുറത്ത് ജോബ് മാർക്കറ്റിൽ ഒരുപാട് ആളുകളുണ്ട്. ആക്ച്വലി അവർ ഒരു ഡിഗ്രിക്ക് വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടി ശ്രമിക്കുന്നു. അതിനപ്പുറത്തേക്ക് ജോബ് പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് അല്ലേ. അപ്പോൾ ജോബ് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അവരെന്തൊക്കെ കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് ഒരു അഭിപ്രായം? ഇനീഷ്യലി അവർ ഈ നേടുന്ന ഡിഗ്രി ഉണ്ടല്ലോ, ഡിഗ്രി ഓർ PG, അതൊരു ജോബ് എൻട്രി മാത്രമാണ്. അത് ജോബ് നേടിത്തരാനുള്ള ഒരു ടൂൾ അല്ല എന്നുള്ളത് ആദ്യം വിശ്വസിക്കുക. ക്ലിയർ ആയോ? ഇതിൽ ഒരു പ്രൊഫഷൻ ഫോക്കസ് ചെയ്യുക, ആ പ്രൊഫഷന് വേണ്ടിയിട്ട് ജോബ് അപ്ലൈ ചെയ്യുക. ഒരു പ്രൊഫഷൻ ഫോക്കസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അവർ ഡിഗ്രിയിലോ അല്ലെങ്കിൽ PGയിലോ ഒരു സ്പെഷ്യലൈസേഷൻ സെലക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സ്പെഷ്യലൈസേഷൻ ഒരു ഡൊമൈനാണ്. ആ ഡൊമൈൻ ഫോക്കസ് ചെയ്തിട്ട് ഒരു 3 months കോഴ്സോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനിയിൽ ഒരു 3 months ഇന്റേൺഷിപ്പ് പഠിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരുപാട് ലേണിങ്സ് ഉണ്ടാക്കുക. ആ ലേണിങ്സ് വെച്ചിട്ട് ഇവരെന്ത് ചെയ്യണം? ജോബിന് അപ്ലൈ ചെയ്യണം. ആ ലേണിങ്സ് വെച്ചിട്ട് ആ പ്രൊഫഷനെ ഫോക്കസ് ചെയ്യണം. ആ പ്രൊഫഷൻ ആയിരിക്കണം ഇവരുടെ ജോബ്. അല്ലാതെ മൾട്ടിപ്പിൾ ആയിട്ട് എല്ലാ ഡൊമൈനിലും കയറിയിട്ട് അപ്ലൈ ചെയ്യുക എന്ന് പറയുന്നത് ഒരു കൃത്യമായിട്ടുള്ള സ്വാശ്രതമായിട്ടുള്ള ഒരു പ്രവർത്തനമല്ല. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏരിയ നമ്പർ 1 എന്ന് പറയുന്നത് ഡിഗ്രി ഈസ് ജസ്റ്റ് എൻട്രി ഫോർ ദ ജോബ്, ഓക്കെ, നോട്ട് ടൂൾ ഫോർ ദ ജോബ്. ദ സെക്കൻഡ് തിങ്, ഫോക്കസ് ദ പ്രൊഫഷൻ. സോ ആ പ്രൊഫഷന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള ഒരു ലേണിങ്സ് ഉണ്ടാക്കുക. എന്നിട്ട് കൃത്യമായിട്ട് ആ പ്രൊഫഷന് വേണ്ടിയിട്ട് ജോബ് അപ്ലൈ ചെയ്യുക.